ചേട്ടനിങ്ങനെ തുള്ളിക്കൊണ്ട് വന്നാലേ ആ കേക്ക് ഐസ്ക്രീം പരത്തില്ലോ. ബാക്കി പൈസക്ക് കോലിമിഠായി മേടിച്ച് കഴിച്ചല്ലേ? ഇത് എന്റെ പൈസക്ക് മേടിച്ചോ? എന്റെ പൈസ ആണോ? ബാക്കി പൈസ ബാക്കി പൈസ തികയാണ്ട് എക്സ്ട്രാ എന്റെ 100 ഇട്ടിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടാ. ബില്ല് എവിടെ? ബില്ല് ഇനി ബില്ല് കാണിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ അച്ഛനും പറഞ്ഞു ഒന്നൊരു പ്ലാൻ പൊളയണത് പറഞ്ഞ് മനസ്സിലാക്കണം. ചേച്ചി ചേട്ടൻ പറഞ്ഞ കറക്റ്റാ. അല്ല അമ്മ എന്ത് ഈ നേരത്ത് ചൂലക്കേറ്റ് തൂക്കാൻ ഇറങ്ങിയിരിക്കണ്? ചൂലക്കേട്ട് തൂക്കാൻ സമയം നോക്കണോ? വേണ്ട, അമ്മ നല്ല നീളത്തിൽ വൃത്തിയായിട്ട് തൂക്കും. ഇതാരോടൊക്കെ കൊണ്ട പൊടിയിട്ടത്? അമ്മ നോക്ക് നിറച്ചു പൊടിയാ. ഈ ലച്ചുവിന്റെ വിഷ്ണു എന്ത്? അയ്യോ പറഞ്ഞാലും മുടിയൊരു സംഭവല്ലേ ആളങ്ങ് പോയിക്കളെ. ഗേറ്റിന്റെ അടുത്ത് എന്തോ കുന്ത്രണ്ട വെച്ചിട്ടുണ്ട്. ഇതിവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് തുറക്കും. അങ്ങനെ എന്തൊക്കെയാണ് പരിപാടി? എടാ അങ്ങനല്ല, ഇപ്പൊ റിമോട്ട് വെച്ച് തുറക്കും. കുറച്ച് കഴിയുമ്പോ നമ്മളങ്ങ് ചെല്ലുമ്പോ ഗേറ്റ് അങ്ങ് തുറക്കും. കാറ്റടിച്ചാ തുറക്കും. കാറ്റടിക്കണം തുറക്കണമെങ്കിൽ. സിഗ്നൽ വന്ന് സിഗ്നൽ വന്നടാ. ലച്ചു, കേശു, ശിവ, മക്കളെ വാ. മുടിയാ? ഓ മുടിയല്ലല്ലേ, അവനും കൂടെ വേണമായിരുന്നു. മക്കളെ സിഗ്നൽ വന്ന് ഇപ്പൊ നോക്കിയോ, ഗേറ്റ് തനിയെ തുറക്കണാണ്. നോക്കിയോ, അച്ഛന്റെ പരീക്ഷണം വിജയിക്കാൻ പോവാണ്. കൈ അടിച്ചോണം. ഞാൻ നോക്കിട്ട് വരട്ടെ. അച്ഛനോട് 3000 വാങ്ങിട്ടാ സൈക്കിൾ എടുത്തു. ഒരു ഐഡിയ. എന്താ ഐഡിയ? നിരാഹാരം. നിരാഹാരമാ? സൈക്കിളിന് വേണ്ടി നിരാഹാരം കിടക്കും. നിനക്ക് സൈക്കിൾ വേണോ? അങ്ങനെയാണെങ്കിൽ മര്യാദക്ക് നിരാഹാരം കിടക്കും. എന്റെ വേറെ വഴിയൊന്നുമില്ല. കിടക്കാം. എടാ രാത്രി വരെ ഉള്ളു. ഒന്ന് പിടിച്ചു വെക്കടാ. സൈക്കിൾ അത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എനിക്ക് സൈക്കിൾ മതി. എടാ നീ രാത്രി വരെ ഒന്ന് ക്ഷമിക്കടാ. സൈക്കിൾ അടിപൊളി ടേസ്റ്റ്. വേണമെങ്കിൽ എടുത്ത് കഴിക്കും. സൈക്കിൾ ഉണ്ടേ? 10 വരെ ഞാൻ എണ്ണും. രണ്ടിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. 1 2 3 4 5 6 7 ആദ്യം അവന്റെ അടുത്ത് പോരുത്, ചിലപ്പോ അവൻ കടിക്കും. എടാ ഞാൻ വണ്ടിയുടെ കീ ഒന്ന് തന്നെ. ഞാനേ ഈ വണ്ടി പയ്യെ റോഡ് വരെ ഒന്ന് ഇറക്കിട്ട് വരാം. മോളാദ്യം വണ്ടിന്ന് ഇറങ്ങിക്ക്. എടാ എന്തിനാടാ ഒറ്റ റൗണ്ട് ഓടിച്ചിട്ട് വരാടാ? ഇവിടെ ഒന്ന് പോയിട്ട് വരാടാ. ഇറങ്ങിയേടി, വെറുതെ ഭ്രാന്ത് ഉറപ്പിക്കലാണെങ്കിൽ ഞാൻ മാത്രം ഓടിച്ചാൽ മതി. അമ്മ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. പിന്നെ കാണിച്ചു കൊടുക്കാം. നീ നിന്റെ പാട്ട് വേണമെങ്കിൽ ഓടിച്ചോണ്ട് പോയാ മതിട്ടാ. ഡേഡി എന്റെ വണ്ടി ചവിട്ടിയാണല്ലോ. എന്ത് ചെയ്യും? വണ്ടി ഓടിക്കാൻ തന്നെ താക്കോത്ത് കൈ പിടിച്ചേക്കണ്. ഞാൻ കൊടുക്കൂല. രാവിലെ ഞാൻ താക്കോലെടുത്ത് തരാം. ഇവിടെ അതിന് രാവിലെ ആകുമ്പോഴത്തേക്കും ചേട്ടൻ സ്കൂട്ടർ എടുത്തോണ്ട് മുങ്ങില്ലേ, പിന്നെ എവിടെ നിന്ന് ചേച്ചി ഓടിക്കും? അച്ഛൻ താക്കോൽ മേടിച്ചു. സംഭവത്താ മേടിച്ചു എന്നോട് പറഞ്ഞില്ലല്ലോ. എണ്ണ കൊണ്ട് ഫ്രിഡ്ജി വെച്ച കലവാന്റി ആയിരിക്കും. A few moments later. എനിക്ക് എന്താ മേനകെട്ടവനെ. കുട്ടികളെ ഇങ്ങോട്ട് വരും. ഏതൊരു ഷോ തുടങ്ങി വരാൻ. പിന്നെ എന്താ ജിമ്മിങ്ങള്? നിങ്ങൾ എന്തോ ജിമ്മിനെ കണ്ടോ? ജിമ്മിലേ നിൽക്കുന്നത്. ചേച്ചിക്കുന്ന കണ്ണ് കണ്ടൂടെ? എന്റെ പട്ടിക്കുട്ടിനെ എവിടെ കണ്ടോ? ജിമ്മി. ഓ അപ്പൊ ഹോസ്പിറ്റലിന്റെ പട്ടിയുടെ പേര് ജിമ്മി തന്നെ. ഇന്ന് രാവിലെ ഒരുത്തൻ നമ്മുടെ കൂട്ടിൽ കിടന്ന പട്ടിയെ അടിച്ചോണ്ട് പോയി. വൈക്കോൽ തോട് പോലെ മുടിയുള്ള ഒരുത്തൻ. അവൻ ഈ ഏരിയയിൽ എവിടെയാണ് താമസിക്കുന്നതെന്നാണ് കണ്ട ആൾക്കാർ പറഞ്ഞത്. അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാമോ? അറിയാം. എന്നാ അയാളുടെ വീട് കാണിച്ചു. എന്താ പഴയ വീട്ടിൽ ആന്റി വിഷ്ണു എന്ന് പേരുള്ള ഒരു മുടിയെ ഞാൻ അറിഞ്ഞൂടാ. ആരാണ് അയാൾ? നിങ്ങൾക്ക് അയാളുമായിട്ടുള്ള ബന്ധം എന്താണ്? പറയൂ. ചെറിയൊരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ഞങ്ങളുടെ ചേട്ടനാ. എന്റെ ചേച്ചി ഇതെന്റെ ഹസ്ബൻഡ് ജിമ്മി. ഞങ്ങളുടെ വീട്ടില് ജിമ്മി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിന് ഞങ്ങൾ എടുത്തോണ്ട് പോയി. ഇവിടെ മുടിയുള്ള ചെക്കനില്ലേ, അവനെ എടുത്തോണ്ട് പോയി. ഞാൻ കണ്ടതാ. എന്റെ പൊന്നെ ഇത്ര വണ്ണവും പോക്കൊക്കെ ഇവനെ എടുത്തോണ്ട് പോകാൻ എന്റെ കൊച്ചിനെ കൊണ്ട് പറ്റിയൊന്നുമില്ല. കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് പോകും. ആശുപത്രി പോണേ. നല്ല പോയിട്ട് ഈ ചെറിയ നോക്കുപോലത്തെ കുരു പൊട്ടിക്കാൻ വേണ്ടി ഞാനും കൂടെ വരേണ്ട ആവശ്യം എന്താ?
അച്ഛാ വേണമെങ്കിൽ ഞാൻ വരാം അച്ഛന് ചന്തിക്ക് കുരു വന്നപ്പോ പോയ ഹോസ്പിറ്റലില്ലേ അവിടെ തന്നെ ഇവിടെ കാണിക്കും. അവിടെ വേണ്ട അവിടെ ബോധം കെടുത്താണ് എന്റെ പരിപാടി. ആണോ? അവിടെ വേറെ എവിടെ പോവാം എടാ ബോധം കെടുത്തിട്ട് കീറുന്ന ഏതെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ട് അതവിടെ ആക്കണ്ട അച്ഛൻ ബോധം കെടുത്തിട്ട് കീറാവും അല്ല കീറിയിട്ട് ബോധം കെടുത്തരുത്. ഇല്ല ബോധം കെടുത്തിട്ട് കീറും. A few moments later. ഇതെന്തോന്നത്? കുരു എടുത്തത് ഇത് ഡോക്ടറെ കണ്ടിട്ട് കക്ഷത്ത് കുരു എന്ന് പറഞ്ഞു ബോധം കിടത്തി കുരു എടുത്ത് കളഞ്ഞ് ബോധം വീഴുന്നപ്പോ ഈ കയ്യിൽ ചെറിയൊരു കുരു ഉണ്ടായിരുന്നില്ല വേദനയില്ലാത്ത കുരു അവർ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. ബോധം വീഴുന്നപ്പോ രണ്ടിടത്ത് വേദന ഇപ്പോഴത്തെ പഴയ കുരു അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഡോക്ടർ ഇനി ബോധം കെടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബോധം കെടുത്തിട്ടാ ഇനി ബോധം കെടുത്തിട്ട് വേറെ ഒരിടത്ത് കീറി വിടുവാൻ പറഞ്ഞു. അവർ അത്രയും വേറെ സഹിച്ച് ഈ കുരു കീറിപ്പിച്ച് നിങ്ങൾക്ക് ചെന്ന് കയറിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഏത് സൈഡിലാണ് കുരു എടുക്കേണ്ടത്? ചെന്ന് കയറിയപ്പോ എന്നെ മൈക്ക് കിടത്തില്ലേ